നിങ്ങൾക്ക് എല്ലാവർക്കും മിസസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി കൊഴുവ ഫ്രൈ ആണ്. കൊഴുവ ഒട്ടും ഉടഞ്ഞു പോവാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫ്രൈ ആണിത്. ആദ്യം നമുക്കിത് നന്നാക്കി എടുക്കാം. കത്തിയോ കത്രികയോ ഒന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ടൈപ്പ് കൊഴുവ നന്നാക്കാൻ പറ്റും. കൊഴുവ വളരെ എളുപ്പത്തിൽ എങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ളൊരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തതാണ്. അത് ഈ ഒരു ടൈപ്പ് കൊഴുവയല്ല, കുറച്ചും കൂടി ചെറിയൊരു ടൈപ്പ് കൊഴുവയാണ്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കണം. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോക്കൊപ്പം കൊടുക്കാം. ഇത് നമ്മൾ കത്തിയോ കത്രികയോ ഒന്നും ഇല്ലാതെ തല ഇതുപോലെ കൈകൊണ്ട് ഇങ്ങനെ കിള്ളിയിട്ട് വയറും അതിനൊപ്പം തന്നെ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇതൊരു 400 ഗ്രാമിനടുത്ത് കൊഴുവയുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമ്മളിത് ക്ലീൻ ചെയ്തെടുത്തു. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളിത് ക്ലീൻ ചെയ്തെടുത്തു. അപ്പോൾ ഇത് മൊത്തം നന്നാക്കി എടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്യാനുള്ളത് കൊണ്ട് ഇതിൻ്റെ വാലൊന്നും കളഞ്ഞിട്ടില്ല. ഇത് ചട്ടിയിൽ വെച്ച് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ എരിവുള്ള ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. ഇനി ഒരു ഫ്രൈ പാൻ ചൂടാക്കി ഇതിലേക്ക് 5-6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച കൊഴുവ ഇതിനകത്തേക്ക് പറക്കി വയ്ക്കാം. മീതയ്ക്ക് മീതെ വയ്ക്കരുത്, എല്ലാം ഫ്രൈ പാനിൽ മുട്ടുന്ന വിധത്തിലൊന്ന് നിരത്തിയിട്ട് കൊടുക്കാം. ഫ്രൈ പാൻ എടുക്കുമ്പം കുറച്ച് വലിയ ഫ്രൈ പാൻ എടുക്കാൻ ശ്രദ്ധിക്കണേ. കൊഴുവ ചൂടാകുമ്പം ഇതാകെ പൊട്ടിത്തെറിച്ച് നമ്മുടെ ഭിത്തിയും സ്റ്റൗവൊക്കെ ചീത്താവും. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അടയ്ക്കുമ്പം ഇതുപോലെ ഒന്ന് ചെരിച്ച് വെച്ച് അടയ്ക്കണം. കുറച്ച് എയർ പുറത്തേക്ക് പോകുന്ന വിധത്തിൽ വേണം അടയ്ക്കാനായിട്ട്. മീഡിയം ഫ്ലെയിമിൽ 2-3 മിനിറ്റ് വെച്ചതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കാം. എന്നിട്ട് കുറച്ച് നീളത്തിലരിഞ്ഞ സവാള ഇട്ട് കൊടുക്കാം. കുറച്ചധികം കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മുകളിൽ വിതറി കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് അടച്ച് മൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അടയ്ക്കുമ്പോൾ നേരത്തെ അടച്ച പോലെ തന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അടച്ചാൽ മതി. എന്നിട്ട് ഒരു 2-3 മിനിറ്റും കൂടെ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് മറിച്ചിട്ടാൽ മതി. ഇളക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ കൊഴുവേക്ക് അടർന്നു പോകും. അപ്പം ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ സവാളയൊക്കെ ഇതിൻ്റെ ഒപ്പം തന്നെ മുരിഞ്ഞു വന്നോളും. വെളിച്ചെണ്ണ കുറവാണെങ്കിൽ നമുക്ക് ആവശ്യമനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ മറിച്ചിട്ടതിന് ശേഷം വീണ്ടും ഇതുപോലെ ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വയ്ക്കാം. അപ്പം നമ്മുടെ കൊഴുവ ഫ്രൈ ഒക്കെ ഒരുവിധം മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് മൊരിഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അധികം സമയം നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കാവുന്നതാണ്. സവാളയും വേപ്പില ഇടാതെ തന്നെ ഈ ഒരു രീതിയിൽ നമുക്ക് കൊഴുവ ഫ്രൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇടിമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇടിമുളകും കൂടെ ചേർത്ത് കൊടുക്കുമ്പം. ഇടിമുളക് ചേർത്തതിന് ശേഷം നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒന്നും കൂടെ മൊരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റോ ഇതുപോലെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. നന്നായിട്ട് മൊരിഞ്ഞ് വന്നോളും. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി കൊഴുവ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊന്ന് ഷെയറും കൂടെ ചെയ്തേക്കണം. താങ്ക്